ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വിശാഖപട്ടണം മലയാളി സംഘടനയായ കൈരളി ആർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച വിഷുദിന ആഘോഷങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഉത്സവമായ വിഷു എല്ലാ വർഷവും കൈരളി ആർട്സ് ക്ലബ്ബ് ആഘോഷിക്കാറുണ്ട്. ഈ വർഷവും, അതായത് 2024 ഏപ്രിൽ 14 വൈകിട്ട് 6 മണിയോടുകൂടി വിശാഖപട്ടണത്തെ മലയാളികളും കൈരളി ആർട്സ് ക്ലബ്ബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും ഒത്തുകൂടി ഒത്തൊരുമയോടെ വിഷു ആഘോഷം വളരെ ഗംഭീരമാക്കി. വിഷുക്കണിയൊരുക്കൽ, കണി കാണൽ, വിഷുക്കൈനീട്ടം, കുട്ടികളുടെ കലാപരിപാടികൾ, പബ്ലിക് മീറ്റിംഗ്, വിവിധ ഇനം വിഭവങ്ങളോട് കൂടിയ കേരളത്തനിമയാർന്ന വിഷുസദ്യ, കൂടാതെ വിശാഖപട്ടണത്തെ മലയാളികളുടെ അഭിമാനമായ എഴുത്തുകാരിയും ലോക കേരള സഭാ അംഗവുമായ ശ്രീമതി നന്ദിനി മേനോൻ ഈ വിഷുദിനത്തിൽ കൈരളി ആർട്സ് ക്ലബിൻ്റെ വായനശാല ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയുണ്ടായി. വിശാഖപട്ടണം കൈരളി ആർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച അതിമനോഹരമായ ഈ വിഷുദിന കാഴ്ചകൾ നമുക്ക് തുടർന്ന് കാണാം. മേടപ്പൊന്നണിയും മേടമാസത്തിൽ വിരിയുന്ന കൊന്നപ്പൂക്കളുടെ വിശുദ്ധിയുമായി ഒരു വിഷുക്കാലം കൂടി വരവായി. വിഷു എന്നാൽ തുല്യമായതെന്നാണ് അർത്ഥം. രാത്രിയും പകലും തുല്യമായ ദിവസം. ഇന്നേ ദിവസം സ്നേഹവും സന്തോഷവും തുല്യമായി ചേർത്ത് പിടിച്ച് ഒത്തൊരുമയുടെ ഈ വിഷു കൈരളിയോടൊപ്പം ആഘോഷിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. Wishing you all a very happy Vishu, a Vishu that's filled with loads of happiness, good luck, good health and wealth. Mr. Biju Avarugal, President of Kairali Arts Club, Secretary Mr. Shyamjit Avarugal, Srimati Mrs. Nandini Menon, our chief guest, the great author of several books, and Treasurer Mr. Sharat Avarugal to come onto the stage and illuminate the lamp. സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും കണിക്കൊന്നകൾ പൂത്തുലയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിപാടികൾ ആരംഭിക്കട്ടെ. ഇതിനായി പ്രാർത്ഥനാഗീതം ആലപിക്കുവാൻ അഞ്ജന സതീശനെ വേദിയിലേക്ക് ക്ഷണിച്ചോളുന്നു. അഞ്ജന സതീശൻ. I request everybody to stand up for the prayer. കൈരളി കലാദേവതേ കൈവല്യദായികേ കനിവിൻ കാരുണ്യമേ വിരിയട്ടെ ദ്വൈതഭേദമന്യേ കലാസൂരങ്ങൾ നിന്നങ്കണത്തിൽ മിന്നും താരങ്ങളായി കൈരളി കലാദേവതേ കൈവല്യദായികേ. I request Mr. Biju P.S. Avarugal, President of Kairali Arts Club, to come on to the dais. I request Janet Mall to honor him with a bouquet. All of you, big round of applause. Now I invite Mr. Shyamjit Avarugal, Secretary of Kerala Arts Club, to come on to the dais. I request Tanmay Mall to honor him with a bouquet. A big round of applause, children. Oh, sorry, the gathering. Thank you, Tanmay. Now I invite Mr. Mohanan to come on to the dais. Mohanan Kumar. I request Honey to honor him with a bouquet. Now I invite Mrs. Nandini Menon, our chief guest, the writer of several books. I request Honey to honor her with a bouquet.
Thank you all the dignitaries. Please be seated. Now we'll proceed with the public meeting. For this, I hand over the mic to Mr. Mit Shamjit, Secretary of Kairali Arts Club. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞാൻ ഈ ആഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം മലയാളികൾ എല്ലാ ആഘോഷങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം നൽകാറുണ്ട്. അതിലുപരി സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഒരു ഒത്തുചേരുന്നുള്ള ദിനമായാണ് ഓരോ ആഘോഷവും വരവേൽക്കുന്നത്. മറുനാട്ടിലെത്തി പഴമയുടെ ആചാരവും ആഘോഷവും ഇപ്പോഴും നിലനിർത്തി പുതുതലമുറയ്ക്ക് ഓരോ വർഷവും വിഷുദിനത്തിൽ ഒത്തുകൂടാൻ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി നൽകിയ കൈരളി ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിനായി പ്രസിഡന്റ് ശ്രീമാൻ ബിജു PS അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കേരളയുടെ ട്രഷറർ ശ്യാംജിത്ത് അവർ, അതുപോലെ തന്നെ നമ്മുടെ നന്ദുനി മേനോനെ കുറിച്ച് നമ്മളാരും പറയേണ്ട കാര്യമില്ല. മേമനെ വിശാഖപട്ടണത്ത് എന്നല്ല, ഇപ്പോൾ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായി ഏറ്റവും എഴുത്തുകാരുടെ മുൻനിരയിൽ തന്നെ സ്ഥാനം പിടിച്ച മാമിനെ അതുപോലെ തന്നെ ദർശനവതിയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് മോഹൻകുമാർ സാർ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അമ്മപ്പങ്ങന്മാർ, കൊച്ചുകുട്ടികൾ, എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹമുള്ള വിശ്വാസങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് കടക്കുകയാണ്. വിശാഖപട്ടണത്തുള്ള എല്ലാ ആൾക്കാർക്കും ഒരു മാതൃകമായും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, നല്ല രീതിയിൽ നമുക്ക് അവർക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്ത് ഇവിടുത്തെ ആന്ധ്രാപ്രദേശിലെ ആൾക്കാരുമായിട്ട് ഇടുങ്ങിച്ചേർന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഈ കൈരളി ആർട്സ് ക്ലബിനെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും എല്ലാവരോടും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വിഷു ആശംസ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. കാര്യം ഇപ്പോൾ പ്ലാനിങ് ആയിരുന്നു, കുറേയൊക്കെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എനിക്ക്. ഞാൻ പ്ലാൻ ചെയ്തതിനാണ് വന്നത്, പക്ഷേ സാഹചര്യം മോശം. ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ലേറ്റായി. കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ ഷാപ്പിംഗ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാശംസ. വിശ്വാശംസ പറയുമ്പോൾ ആദ്യം സമ്പൽ സമൃദ്ധിയാണോ പറയേണ്ടത്, സമാധാനമാണോ പറയേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ സത്യത്തിൽ നമ്മളെല്ലാവരും സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം സമ്പൽ സമൃദ്ധമായ 4 രാജ്യങ്ങളാണ് ഇപ്പോൾ വലിയ യുദ്ധത്തിൽ അകത്തോട്ട് നീക്കിയിരിക്കുന്നത്. സമൃദ്ധിയുടെ എല്ലാം തികഞ്ഞ 4 രാജ്യങ്ങളാണ് ഒരു 3ാം ലോക യുദ്ധത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സമൃദ്ധി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമൊന്നും അല്ല എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സമാധാനം ഉണ്ടാവുമ്പോൾ കൂടുതൽ അതിന്റെ കൂടെ സന്തോഷം ഉണ്ടാവുന്നുണ്ട്, സമ്പൽ സമൃദ്ധി ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷു പുലരി അല്ലെങ്കിലും നമ്മൾക്ക് അങ്ങനെ പറയാലോ, നമ്മളെല്ലാവരും കൂടി ചേർന്ന ഈ സമയത്ത് സമാധാനത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇന്ന് പുതിയ വായനശാലയുടെ വായന സംസ്കാരത്തിന്റെ തുടക്കമാണ് കൈരളി ആർട്സ് ക്ലബിൽ. അത് തുടങ്ങാൻ നമ്മൾ കണ്ട ഈ ദിവസം ഇതൊരു വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമല്ലേ. എൻ്റെ അച്ഛൻ ഒരു കൃഷിക്കാരനായിരുന്നു പാലക്കാട്. അപ്പൊ ഈ പാലക്കാടിലെ കൃഷിക്കാരുടെ ഇടയിൽ ഓണം അത്രയ്ക്ക് വലിയൊരു സംഭവമൊന്നുമല്ല. ഓണമൊക്കെ ആഘോഷിക്കും, 10 ദിവസത്തെ ലീവ് കിട്ടും സ്കൂളിൽ നിന്നൊക്കെ. അല്ലാതെ വിഷുവാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷം. കാരണം ഇന്ന് ഒരു വിത്തിട്ടാൽ 100 മേനി വിളയുമെന്നാണ് വിശ്വാസം. കർഷകന്മാരുടെ ആഘോഷമാണ് ഈ വിഷു എന്ന് പറയുന്നത്. അപ്പൊ അച്ഛന്റെ ഒപ്പം അച്ഛന്റെ കർഷക തൊഴിലാളികളിൽ മൂപ്പനാണ്, കുഞ്ചൻ മൂപ്പൻ എന്ന് പറയും. അച്ഛനും ഈ കുഞ്ചൻ മൂപ്പനും പിന്നെ ഞാനും ഏട്ടനൊക്കെ ചെറിയ കുട്ടികളായിരിക്കുമ്പോ ഞങ്ങൾ ഈ കണി കണ്ടവിടെ പാടത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഒരൽപ്പം ഇത്രയും അതൊരു പ്രതീകാത്മകമായിട്ടാണ് ഇത്ര നെല്ല് കയ്യിൽ തരും. അതിങ്ങനെ നമ്മള് വിതറും പാടത്ത്. അപ്പൊ ഈ കുഞ്ചൻ പറയും ഇല്ലം നിറ, വല്ലം നിറ, വല്ലോട്ടി നിറ എന്ന് പറയും. ഇല്ലം എന്ന് പറഞ്ഞാൽ വീട് നിറയട്ടെ. വല്ലം എന്ന് പറഞ്ഞാൽ അന്ന് നെല്ലൊക്കെ സൂക്ഷിക്കാൻ
വലിയ ചൂരൽ കൊണ്ട് മുള കൊണ്ടൊക്കെയുള്ള വലിയ ബാസ്ക്കറ്റുകൾ കൂടകൾ പോലുള്ള സാധനങ്ങളുണ്ട്. അത് നിറയട്ടെ. വല്ലോട്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ലതയ്ക്ക് അറിയോന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നതാണ് പശുവിന് പുല്ലും വൈക്കോലൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് വല്ലോട്ടി. അത് നിറയട്ടെ. അതായത് ഒരു കർഷകന്റെ ഇതിൽ കൂടുതൽ വലിയ ആഗ്രഹം എന്താണ്? ഒരു കൃഷിക്കാരന് നെല്ല് നിറയട്ടെ, ഒപ്പം കന്നുകാലികൾ ധാരാളം ഭക്ഷണം കഴിച്ച് നിറയട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങുന്നതെല്ലാം 100 തിരിച്ചു കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് വിഷു കൈനീട്ടം കൊടുക്കുന്നത്. എന്നും ഈ വർഷം മുഴുവൻ കയ്യിൽ നിറയെ നാണയങ്ങൾ. അതിനാണ് കണിയും കാണുന്നത്. ഈ ഒരു വർഷം മുഴുവൻ കാണുന്നതെല്ലാം നല്ല കാഴ്ചകളാവട്ടെ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഈ വായനശാലയുടെ തുടക്കത്തിനായി തിരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മനസ്സുകളുടെ നന്മ കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ദിവസം ഇന്ന് തുടങ്ങാൻ തോന്നിയത്. അതുപോലെ ഓണം വരുമ്പോൾ തിരിച്ചു കുഞ്ചൻ മൂപ്പൻ പറയും, ഇല്ലം നിറേ വല്ലം നിറേ വല്ലോട്ടി നിറേ. അതായത് താങ്ക്സ് പറയണം, നന്ദി പറയണം ദൈവത്തിനോട്. ഈ പറഞ്ഞതെല്ലാം നിറയെ നിറയെ ഞങ്ങൾക്ക് തന്നതിന്. ഒരു വാക്ക് നിറ എന്ന് പറയുന്നതും നിറ എന്ന് പറയുന്നതും തമ്മിലുള്ള ആ ഒരു വലിയ വ്യത്യാസം, വാക്കുകളുടെ ഒരു മായാജാലം, വാക്കുകൾ കൊണ്ടുവരുന്ന വലിയ സംസ്കാരം. അപ്പൊ അങ്ങനെയുള്ള ഒരു ദിവസം നമ്മൾ ഈ പുസ്തകശാല, ഞാൻ ലൈബ്രറി എന്നൊന്നും പറയുന്നില്ല, പുസ്തകങ്ങളുടെ ഒരു അറ നമ്മൾ ഇന്ന് തുറന്നതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ ഏകാധിപതികൾ, ലോകത്തെങ്ങും ഏകാധിപതികളുണ്ട്. ഏകാധിപതികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനെയാണ്? നമ്മൾ ആരെങ്കിലും മദ്യം നിരോധിക്കുന്നതായിട്ട്, ഞാൻ പറയുന്ന ചെറിയ ചെറിയ സ്റ്റേറ്റുകളിൽ മദ്യം നിരോധിക്കുന്നതിനല്ല, ലോകത്ത് എവിടെയെങ്കിലും മദ്യം ഈ മുതൽക്ക് ഉണ്ടാക്കരുത്, കഴിക്കരുത് എന്നല്ലോ ഏതെങ്കിലും ഏകാധിപതി ചെയ്തിട്ടുണ്ടോ? ആയുധം ചെയ്തിട്ട് ആയുധം വാങ്ങി കൂട്ടുന്നവനാണ് ഏകാധിപതി. പക്ഷെ എത്ര പുസ്തകങ്ങളാണ് നിരോധിച്ചിരിക്കുന്നത്? എത്ര മാത്രം പുസ്തകങ്ങളെ പേടിക്കുന്നു ഓരോ ഏകാധിപതിയും. നിരോധിച്ച പുസ്തകങ്ങളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഏറ്റവും അവസാനം നമ്മൾ വന്ന് നിൽക്കുന്നത് എവിടെയാണ്? ആടുജീവിതത്തിന്റെ തിരക്കഥ. ആടുജീവിതമൊക്കെ വന്നിട്ട് വളരെ കാലമായി നോവൽ. ആടുജീവിതത്തിന്റെ തിരക്കഥ ഗൾഫ് നാടുകളിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു അക്ഷരത്തിനെ പേടിക്കണം. ഗൾഫ് നമ്മൾ പറയുമ്പോൾ ഗൾഫ് സമ്പൽ സമൃദ്ധമാണ്, അവിടെ ഈ മണ്ണ് കുഴിച്ചാൽ കിട്ടുന്നതെല്ലാം ഡോളറാണ് എന്നുള്ള തരത്തിലാണ് നമ്മുടെ ഒരു വിചാരം. അങ്ങനെയുള്ള ഒരു നാട് പറയാണ് ഒരു സിനിമയുടെ തിരക്കഥ ഇവിടെ കൊണ്ടുവരരുത്. ആരാണ് പേടിക്കുന്നത്? ഇത്രയധികം അക്ഷരങ്ങളെ പേടിക്കുന്നത് ആരാണ്? അക്ഷരങ്ങളെ എന്തിനാണ് പേടിക്കുന്നത്? ഒരു സൽമാൻ റുഷ്ദി എന്നുള്ളൊരു എഴുത്തുകാരൻ എത്ര കാലങ്ങളോളം വേട്ടയാടപ്പെട്ട അവസാനം ആ അക്ഷരങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇതിന്റെയൊക്കെ ഒരു ശക്തി. ഞങ്ങളൊരിക്കൽ കൈലാസത്തിലേക്ക് പോവാണ്, കൈലാസ് മാനസരോവർ എന്നുള്ള യാത്ര നടത്തുകയാണ്. അപ്പൊ തിബത്തിലൂടെ കടന്നു പോവാണ്. ഞാൻ എന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, തിബത്തിന്റെ കുറെ അധികം ഭാഗം, ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല, അതുകൊണ്ട് ആ നാടിന്റെ പേരൊന്നും പറയുന്നില്ല. ഒരു വലിയ സാമ്രാജ്യത്തിന്റെ കയ്യിലാണ് തിബത്തിന്റെ ഒരു 3/4 ഭാഗം. ആ ഭാഗത്തു കൂടെ വേണം നമുക്ക് കടന്നുപോകാൻ. അപ്പൊ അവിടുത്തെ ഇമിഗ്രേഷൻ സെന്ററിൽ എത്തിയാൽ അവര് നമ്മളോട് മയക്കുമരുന്ന് കൊണ്ടുവരുന്നുണ്ടോ, ആയുധം കൊണ്ടുവരുന്നുണ്ടോ എന്നൊന്നും ചോദിക്കില്ല. നിങ്ങളുടെ സൂട്ട്കേസിൽ പ്രിന്റ് ചെയ്ത പേപ്പറുകളുണ്ടോ? നിങ്ങളുടെ സൂട്ട്കേസിനകത്ത് പുസ്തകങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മളത് അവിടെ കൊടുക്കണം. അവരപ്പം തന്നെ കീറി അതിനെ ഡസ്റ്റ്ബിനിലിടും. പുസ്തകങ്ങളെയാണ് അവിടെ അവര് സൂട്ട്കേസ് തുറന്ന് സെർച്ച് ചെയ്യുന്നത്. അത്ഭുതം തോന്നി. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞങ്ങൾ പോയിട്ട് 5 വർഷമായിട്ടേയുള്ളൂ. 5 വർഷം മുമ്പുള്ള ലോകത്ത് നടക്കുകയാണ്. സഞ്ചാരികളുടെ ബാഗുകൾ തുറന്ന്, സഞ്ചികൾ തുറന്ന് പ്രിന്റ് ചെയ്ത പേപ്പറുകൾ എടുത്തു മാറ്റാം. അപ്പൊ ഓരോ ആളും അവനവന്റെ ബാഗുമായിട്ട് അകത്ത് പോകണം, തുറന്ന് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഇത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ എന്റെ കയ്യിൽ പുസ്തകങ്ങളൊന്നും ഇല്ല, വളരെ ഇതായിട്ട് സന്തോഷമായിട്ടും സുരക്ഷിതമാണ് ഞാൻ എന്നുള്ള വിചാരത്തിൽ സൂട്ട്കേസ് തുറന്ന് കാണിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോയ ഒരു കാര്യം, നമ്മളുടെ ഇവിടെയൊക്കെ ഈ ധോബികൾ വസ്ത്രം അയൺ ചെയ്ത് തരുന്നവരെ ന്യൂസ് പേപ്പർ നല്ല വൃത്തിയായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് നമ്മുടെ ഡ്രസ്സിന്റെ അടിയിൽ വെച്ചിട്ട് അയൺ ചെയ്ത് തരില്ലേ? അതായത് സാധാരണ കോട്ടൺ ഷർട്ടുകളൊക്കെ ഉടയാതെ, യാത്രയിൽ ഉടയാതെ വിളയാതിരിക്കാൻ വേണ്ടി അതിനെ ആ പട്ടാളക്കാരൻ കണ്ടുപിടിച്ചു. എന്റെ ഡ്രസ്സിനകത്ത് വെച്ച് മടക്കിയ തെലുഗു ന്യൂസ് പേപ്പർ വെച്ചാണ് ഇവിടെ ധോബി അയൺ ചെയ്തു തന്നത്. അതിനെ അയാൾ കണ്ടുപിടിച്ച് അതിനെ വലിച്ചെടുത്ത് കീറി ഡസ്റ്റ്ബിനിലിട്ടു. എന്തൊരു ശക്തിയായിരിക്കാം ഈ അക്ഷരങ്ങൾക്ക് ആ നാട്ടിൽ.
അവർ വിചാരിച്ചാൽ ആറ്റം ബോംബ് ന്യൂക്ലിയർ ബോംബൊക്കെ ഉണ്ടാക്കാനും പ്രയോഗിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. ഒരു ന്യൂക്ലിയർ ബോംബ് വേറൊരു നാട്ടിൽ കൊണ്ടുപോയി ഇടാൻ ഒരു മിനിറ്റ് പോലും ആവശ്യമില്ലാത്ത ഒരു വലിയ സാമ്രാജ്യം ഏതൊക്കെയോ യാത്രക്കാരുടെ പെട്ടിക്കകത്തുള്ള പേപ്പർ കഷ്ണങ്ങളെ, പ്രിന്റ് ചെയ്ത അക്ഷരങ്ങളെ ഭയക്കുന്നു. ഈ ഭയക്കുന്ന അക്ഷരം എത്രമാത്രം ശക്തിയുള്ളതാണെന്ന് കൂടെ നമ്മൾ ആ സമയത്ത് തിരിച്ചറിയണം. വേറൊരു കാര്യം, അത് ചിലപ്പോ ഇവിടെയുള്ള സ്ത്രീകൾക്ക് അതും എന്റെയൊക്കെ പ്രായത്തിലും എന്നെക്കാളും കൂടുതൽ പ്രായത്തിലുള്ള സ്ത്രീകൾക്കാണ് പെട്ടെന്ന് രജിസ്റ്റർ ആകുക. ഒരു ലൈബ്രറിക്കകത്ത് പ്രവേശനം എന്റെയൊക്കെ പ്രായത്തിൽ പെൺകുട്ടികൾക്ക് അത്രയും എളുപ്പമായിട്ടില്ല. ആരും തടഞ്ഞിട്ടൊന്നുമില്ല. എന്റെ അടുത്താണ് മഹാത്മാഗാന്ധി റീഡിംഗ് റൂം എന്ന് പറഞ്ഞ ഇപ്പൊ 100 വർഷത്തിനോടടുക്കുന്ന വലിയൊരു പുസ്തകാലയം. മഹാത്മാഗാന്ധി അവിടെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അതിന്റെ ഒരു ചരിത്രം. അങ്ങനെ ആ പേര് വന്നു എന്നൊക്കെ. അവിടെ ധാരാളം പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങൾ മുഴുവൻ എന്റെ വീട്ടിൽ വായിക്കുന്നത് എന്റെ അമ്മയും ഞാനുമാണ്. അമ്മ എന്ത് വായിക്കുന്നു അതൊക്കെ എനിക്കും വായിക്കാന്ന് ഒരു നിയമം ഞാൻ തന്നെ ഉണ്ടാക്കിയതായിരിക്കണം. 4 വയസ്സിലൊക്കെ ഞാൻ ഈ കുഞ്ഞബ്ദുളുടെ സ്മാരകശിലകളൊക്കെ വായിച്ച് അർത്ഥമറിയില്ല, എന്താ പറയുന്നതെന്ന് അറിയില്ല. അത് വളരെ മുതിർന്നവരുടെ പുസ്തകമാണ് സ്മാരകശിലകളൊക്കെ. അതുപോലെ ശ്രീരാധാകൃഷ്ണന്റെ മുമ്പേ പറക്കുന്ന പക്ഷികൾ എന്ന വിപ്ലവകാരികളെ കുറിച്ചുള്ള പുസ്തകമൊക്കെ ഞാൻ ഈ 4 വയസ്സിലൊക്കെ അക്ഷരം കൂട്ടി വായിക്കുന്ന സമയത്ത് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഒന്നും അറിയില്ല. അമ്മ വായിക്കുന്ന കാണുന്നു, അമ്മ മടക്കി വെക്കുമ്പോ ഞാൻ എടുക്കുന്നു, വായിക്കുന്നു. അമ്മയും ഞാനും വായനക്കാരായ വീട്ടിൽ ഈ ലൈബ്രറിയിലേക്ക് പോകുന്നത് അച്ഛനാണെന്നുള്ളതാണ് ഒരു അത്ഭുതം. അമ്മ വായിച്ചു കഴിഞ്ഞാൽ പുസ്തകം അവിടെ വെക്കും. 3 പുസ്തകം എടുക്കാം ഒരു സമയത്ത്. ഇത് കൊണ്ടുപോയി അവിടെ തിരിച്ചു വെച്ച് അടുത്ത 3 പുസ്തകം കൊണ്ടുവരുന്നത് അച്ഛൻ വായനക്കാരനെന്നല്ല, അച്ഛൻ ഒരു കർഷകനാണ്. മാത്രമല്ല ദേശീയ കർഷക സമാജത്തിൽ 45 വർഷത്തോളം ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. PS അച്യുതാനന്ദന്റെ ഒക്കെ വളരെ അടുത്ത ഒരു സുഹൃത്തും ഒക്കെ ആയിരുന്നു എന്റെ അച്ഛൻ. ഇപ്പോഴില്ല. അപ്പൊ അദ്ദേഹം ഈ പുസ്തകമായിട്ട് ഒരു ബന്ധമില്ലെങ്കിലും പുസ്തകം കൈകാര്യം ചെയ്യുന്നത് മുഴുവൻ വീട്ടിലെ പുരുഷനാണ്. അദ്ദേഹം അതവിടെ കൊണ്ട് വെക്കുന്നു, വേറെ 3 പുസ്തകം എടുത്തിട്ട് വരുന്നു. ചിലപ്പോൾ എടുത്തിട്ട് വരുമ്പോ അമ്മ വായിച്ച ഒരു 4 മാസം മുമ്പ് തിരിച്ചു കൊടുത്തേച്ചത് തന്നെ പിന്നെയും വരും. അച്ഛനറിയില്ലല്ലോ അപ്പൊ ഇതെന്തൊക്കെയാ കൊണ്ടുവന്നത് എന്നുള്ളത്. അവിടെ ചെന്ന് കുറെ പേരോട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ ലൈബ്രറിനോട് പറയും ആ 3 പുസ്തകം എടുക്കുക. അയാൾ 3 പുസ്തകം എടുത്ത് കൊടുക്കും, അച്ഛൻ അത് കൊണ്ടുവരും. അപ്പൊ ഞാൻ അതിന് മുന്നിലൂടെയാണ് സ്കൂളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ അതിങ്ങനെ നോക്കുമ്പോ കുറെ ഏട്ടന്മാർ അവിടെ ഇരുന്ന് ക്യാരംസ് കളിക്കുന്നുണ്ട്. കുറെ ഏട്ടന്മാർ അതിന്റെ മുന്നിലുള്ള ചെറിയ മുറ്റത്ത് ബാഡ്മിന്റൺ കളിക്കുന്നുണ്ട്. അകത്ത് അന്ന് TV ഇല്ല, റേഡിയോ കേൾക്കുന്നുണ്ട്. അപ്പൊ എന്റെയൊക്കെ വിചാരം വലിയ ആൺകുട്ടികൾക്ക് ബാഡ്മിന്റൺ കളിക്കാനും ക്യാരംസ് കളിക്കാനും പിന്നെ കുറച്ചൊക്കെ അവിടെ ഇരുന്ന് അതിലൂടെ പോകുന്ന പെൺകുട്ടികളോട് കിന്നാനും പറയാനും റേഡിയോ കേൾക്കാനും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് ഈ റീഡിംഗ് റൂം. എത്രയോ കാലത്തോളം ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇത് ആൺകുട്ടികൾക്കുള്ള ഒരു റിക്രിയേഷൻ ക്ലബാണ്. ഇവിടെ പെണ്ണുങ്ങൾക്കൊന്നും വലിയ സ്ഥാനമില്ല. ഞാൻ അതിനകത്ത് അന്നൊന്നും കയറിയിട്ടേ ഇല്ല. അച്ഛൻ കൊണ്ടുവരുന്നു. അച്ഛൻ ധാരാളം പുസ്തകം വാങ്ങിയും തരും. വീട്ടിലും എനിക്കൊരു ചെറിയ അലമാരയിൽ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വായിച്ചിരുന്ന പിന്നെ സ്കൂളാണ് അടുത്തത്, ഗേൾസ് ഓൺലി സ്കൂൾ. അവിടുത്തെ ടീച്ചേഴ്സ് പോലും ലേഡീസ് ആണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ധാരാളം പുസ്തകം തരും. പക്ഷെ അവർ കൊണ്ടുവന്ന് ക്ലാസ്സിൽ തരും. ഓരോ കുട്ടിക്ക് വായിക്കുന്ന ഇഷ്ടമുള്ള കുട്ടിക്ക് ഓരോരോ പുസ്തകം അവർ തരും. അപ്പൊ അത് വായിക്കുക, തിരിച്ചു കൊടുക്കാൻ, നോട്ട്സ് ചെയ്ത് കൊടുക്കുക. അതിനെ പറ്റിയിട്ട് ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഒരു വലിയ ലൈബ്രറിയുടെ ആകം കാണുന്നത് കോളേജിൽ എത്തിയിട്ടാണ്. ഇത്രയും വലിയൊരു സംഭവമാണ് ഈ ലൈബ്രറി എന്നുള്ളത്. എത്രയധികം പുസ്തകങ്ങൾ, എന്തെല്ലാം വകഭേദങ്ങൾ അത് അടുക്കി വെച്ചിരിക്കുന്നത്. അത് അവിടെ നിന്ന് എടുക്കുന്നത് നിശബ്ദമായി, ശ്വാസം പോലും വിടാതെ കുട്ടികൾ അതിനകത്തിരുന്ന് വായിക്കുന്നത്. അതൊരു തുടക്കം. ഒരു 16-17 വയസ്സിലൊക്കെയാണ് എന്റെയൊക്കെ കാലത്ത് ഒരു പെൺകുട്ടി ഒരു പുസ്തകാലയത്തിനകത്തേക്ക് കടക്കുന്നത്. ഇന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. നാട്ടിലെ ലൈബ്രറിയിലൊക്കെ ഇപ്പൊ ധാരാളം പെൺകുട്ടികളൊക്കെ കയറി പുസ്തകങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ കുറേ തലമുറകൾക്ക് അത്ര എളുപ്പം പ്രവേശനമൊന്നും പെൺകുട്ടികൾക്ക് പ്രവേശനം ഇല്ലാതിരുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇത്രയും എളുപ്പത്തിൽ ഈ ഒരു പ്രവാസ ലോകത്തിരുന്ന് നമ്മൾ തുറക്കുന്നത്. ഇതൊരു വലിയ കാര്യമാണ്, ഒരു വലിയ സംഭവമാണ്. ഞങ്ങളെ പോലുള്ളവരുടെയൊക്കെ ജീവിതത്തിന്റെ വഴിയിൽ ഒരു വലിയ നാഴികക്കല്ലാണ് കൂടിയുള്ളത്. ഇപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് ഇപ്പൊ രുചി പറഞ്ഞു, ഇവിടെ എല്ലാം ഇപ്പോ ധാരാളം ചെറുപ്പക്കാരൊക്കെയാണ് കമ്മിറ്റികളിലും പിന്നെ പരിപാടികൾ നടത്താനെന്നൊക്കെ പറഞ്ഞു. വളരെ നല്ലൊരു കാര്യം. പ്രവാസി സംഘടനകളിലേക്ക് യുവാക്കൾ വരുന്നത് തന്നെ വലിയൊരു കാര്യം.
മാത്രമല്ല അവരതിന്റെ സംഘടനാപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം. അതുകൊണ്ട് ഇത്രയ്ക്കും ശക്തമായ ഒരു മാധ്യമം ഇന്നിവിടെ തുറക്കുന്നു എന്നുള്ളതിൽ എല്ലാ ആശംസകളും കൈരളിയിലെ എല്ലാ പ്രവർത്തകർക്കും. ഇന്നു മുതൽ ഈ നിമിഷം മുതൽ കൈരളിയിലെ ലൈബ്രറി എല്ലാവർക്കുമായി തുറന്നു എന്ന ഒരു വലിയ സന്തോഷം ഞാനിപ്പോൾ എല്ലാവരുടെയും അറിയിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വിശ്വാസംസിച്ചുകൊണ്ട് താങ്ക് യു നന്ദിനി മാം. അക്ഷരങ്ങൾ അഗ്നിയാണ്, അത് ആളിപ്പടരും. അത് മാമിനെ പോലുള്ള ആൾക്കാർക്ക് അത് ലോകത്തിന്റെ ഏത് കോണിൽ ഇരുന്നു കൊണ്ടും എവിടെയും അത് ആളിപ്പടർത്താനുള്ള ഒരു ശക്തിയുണ്ട്. മാമിന്റെ പച്ചമണമുള്ള വഴികൾ എന്നുള്ള ആ ബുക്സ് ആദ്യം ഇറങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചത് പച്ചമണമുള്ള വഴികൾ നമ്മുടെ ചെറുപ്പകാലം നമ്മൾ ആഗ്രഹിച്ചത്. പുതുമഴയെല്ലാം വീണ് കഴിയുമ്പോൾ നമ്മൾ പറമ്പിലിറങ്ങിയിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് കിളയ്ക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു മണമുണ്ട്. ഞാൻ ചിന്തിച്ചു അതായിരിക്കാം എന്ന്. പക്ഷെ ആ ബുക്ക് ഞാൻ പൂർണ്ണമായിട്ടും മുഴുവൻ വായിച്ചു. പക്ഷെ അത് കഴിഞ്ഞൊരു ബുക്ക് ഉണ്ടായിരുന്നു, അത് ആംറ്റോ ബസ്തർ, അത് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പച്ചമുള്ള വഴികൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയോ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും. മാമിന് പറഞ്ഞാൽ ആ ഒരു നാട്ടിൽ, അതായത് ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയി, അവിടെ നക്സലൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ. അത് കിരൺപൂർ ബെച്ചലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഞാനൊരു 5 വർഷം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം അവിടെ ഒരുപാട് ഭയപ്പെട്ട് മറ്റുള്ള ആൾക്കാർ വരെ വീടിനുള്ളിൽ വരെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ഒരു സ്ത്രീ എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും മേമനെ പോലുള്ള ഒരാള് അവിടെ എത്തിപ്പെട്ട് അവരുമായിട്ടെല്ലാം ഇടപഴകി. ഞങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോൾ തന്നെ പേടിച്ച പോണത് അവിടെ ഞങ്ങൾക്ക് പറയും മാർക്കറ്റിൽ പോകാൻ തിരിച്ചു വരിക, അതിലേക്ക് ഇറങ്ങാൻ പോകരുത്, ഞങ്ങളുടെ ഇൻചാർജ് പറഞ്ഞിരുന്ന കാര്യമാണ്. ആ സ്ഥലങ്ങളിലെല്ലാം മാമും അതുപോലെ തന്നെ തുളസിയേട്ടനും കൂടി പോയി അവിടെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഒരുപാട് സ്നേഹബന്ധങ്ങൾ സ്ഥാപിച്ച് അവരുടെ ഉടലുകളിൽ പോയി ഫുഡ് കഴിച്ച് ആ ഓരോ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിശയമാണ്. അതിനിടയ്ക്ക് മാമിന് ചെറിയ ചെറിയ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്, എങ്കിലും മാമ പിന്തിരിഞ്ഞിട്ടില്ല. ഇപ്പൊ തന്നെയാണെങ്കിലും ഭൂട്ടാനിലാണ്. ഇപ്പം എന്തോ ഒരു ബുക്സിന്റെ കാര്യങ്ങളായിട്ട് ഇപ്പൊ ഭൂട്ടാനിൽ ഈ 7-ാം തീയതിയാണ് വന്നത്. മാമ ഇപ്പൊ ഭൂട്ടാനിലാണ്. ഇപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് വീണ്ടും വാക്കുകൾ ഭദ്രമെന്ന് പറയുന്ന പോലെ തന്നെ ഒരു അതിശക്തമായ ഒരു ബുക്ക് നമുക്ക് മലയാളികൾക്ക്, അല്ലെങ്കിൽ മലയാളികൾക്ക് എന്ന് പറഞ്ഞതിൽ വിശാഖപട്ടണത്തെ എടുത്ത് പറയണം. മാമ ജീവിക്കുന്ന ഈ വിശാഖപട്ടണം എന്ന സ്ഥലത്ത് നമുക്ക് ഇത്രയും നല്ല എഴുത്തുകാരെ കിട്ടുകയും നമുക്ക് എവിടെ ചെന്നാലും അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം നന്ദിനി മാം ഞങ്ങളുടെ വിശാഖപട്ടണത്തുള്ളതാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനം അത് തീർച്ചയായിട്ടും ഒരു മലയാളികൾക്കും മറക്കാൻ പറ്റുന്നതല്ല. മാം ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ഇന്ന് നമ്മളുടെ ഈ വിഷു ആശംസകൾ അറിയിക്കുവാനായിട്ട് മോഹൻകുമാർ സാറിനെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിച്ചു കൊടുക്കുന്നു. സെക്രട്ടറി ശ്യാംജിത്ത്, ലോക കേരള സഹായത്തി നന്ദിനി മാഡം, ഇവിടെയുള്ള പ്രവന്നിയേർന്നിട്ടുള്ള മറ്റ് മലയാളി സഹോദരങ്ങൾ, അതിഥികളെ എൻ്റെ വിനീത നമസ്കാരം. ആദ്യമായി തന്നെ എല്ലാവർക്കും ആഹ്ലാദം നിറഞ്ഞ ഒരു വിഷു ആശംസ ഞാൻ അർപ്പിക്കുകയാണ്. എൻ്റെ സ്വന്തം പേരിലും ശ്രീനാരായണ ഗുരുദർശനവേദി പ്രസിഡന്റ് എന്ന നിലയിലും ഞാൻ ഏവർക്കും ഒരു നല്ല വിഷു ആശംസ നേർന്നുകൊള്ളുന്നു. വിഷു എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, സമത്വത്തിൻ്റെ, ഇക്വാലിറ്റിയുടെ ഒരു പ്രതീകമായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. അതുകൂടാതെ നരകാസുരൻ എന്നൊരു അസുര ചക്രവർത്തിയെ ശ്രീകൃഷ്ണ ഭഗവാൻ വധിച്ച ഒരു ദിവസം കൂടാണ് ഈ വിഷു എന്നുകൂടി ചരിത്രത്തിൽ കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഉത്സവമായിട്ടാണ്. അപ്പോൾ അധർമ്മത്തെ നശിപ്പിക്കുവാൻ കൂടെയുള്ള ഒരു ദിവസം കൂടിയാണ് വിഷു എന്നുകൂടി നാം മനസ്സിലാക്കുന്നു. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നത് 1700 വർഷത്തോളം നമ്മുടെ കേരളത്തിൽ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന ഒരു മഹോത്സവമാണ്. അതുപോലെ തന്നെ തുളുനാട്, നമ്മൾ തൊട്ടടുത്തുള്ള തുളുനാട്, അതുപോലെ കന്നഡയിലെ ചില ഭാഗങ്ങൾ, പിന്നെ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾ, ശ്രീലങ്ക മുതലായ പ്രദേശങ്ങളിലും വിഷു മഹോത്സവം, വിഷു അല്ലെങ്കിൽ വേറൊരു പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് തന്നെ. അപ്പം ഇവിടെ നന്ദിനിമാഡം സൂചിപ്പിച്ചതുപോലെ സമൃദ്ധിയേക്കാൾ കൂടുതൽ സമാധാനമാണ് ആവശ്യം
എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സമാധാനമില്ലെങ്കിൽ സമൃദ്ധി കൊണ്ട് എന്ത് പ്രയോജനം? സമാധാനപരമായിട്ട് നമുക്ക് ഒരു പക്ഷേ 2 നേരമോ 3 നേരമോ അല്ലെങ്കിൽ 4 നേരമോ ആഹാരം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ സമൃദ്ധി കൊണ്ട് എന്താണ് പ്രയോജനം? വീട്ടിൽ തന്നെ ഒരു സപ്പോസ് നമ്മൾ തന്നെ വലിയ ധനവാന്റെ കുടുംബത്തിൽ ജനിച്ചത്, ആ കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുകയാണെങ്കിൽ അവിടുത്തെ ആ ധനം കൊണ്ട് എന്താണ് പ്രയോജനം? അവരാഹാരം കഴിക്കുന്ന സമയത്ത് അന്യോന്യം മത്സരിക്കുകയും അന്യോന്യം വെറുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ യാതൊരു കടമ്പുമില്ല എന്നുള്ളത് ഒരു നഗ്നസത്യം തന്നെയാകും. അപ്പോൾ നമുക്ക് വേണ്ടത് സമാധാനമാണ്, സമത്വമാണ്. എല്ലാവരും ഒന്നായിരിക്കണം. ഏത് വിശ്വാസമായിക്കോട്ടെ, ഏത് എന്താ പറയുക തൊഴിലായിക്കോട്ടെ, ഏത് തുറയായിക്കോട്ടെ, ഏത് സമുദായമായിക്കോട്ടെ, ഇതെല്ലാം പക്ഷേ ഈ സമയത്ത് ഇന്നത്തെ അവസരത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നിലനിൽക്കുന്നതാണ് ഞാൻ ഇവിടെ വിശാഖപട്ടണത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്നത്. അവിടെ പണ്ട് അഴങ്ങേറിയ ഈ പറയുന്ന വ്യത്യാസങ്ങളൊക്കെ ഇപ്പം ഒരുപക്ഷെ പ്രത്യക്ഷത്തിലില്ല എങ്കിലും ഓരോരുത്തരുടെയും മനസ്സിൽ അത് വീണ്ടും കയറി വന്നിരിക്കുന്നു എന്നുള്ള ഒരു. Now we'll honor our chief guest Srimati Mrs. Nandini Menon with shawl and memento. പൊന്നാട അണിയിക്കുവാനായി കൈരളി ആർട്സ് ക്ലബിന്റെ മെമ്പറായ ശ്രീമതി ശ്രീലത രാജനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി ശ്രീലത രാജൻ, please come on to the stage. I request everybody to give a big hand. എല്ലാവരും ക്ഷീണിച്ചിരിക്കുമെന്ന് തോന്നുന്നു. ഇന്നൊരു ഉഷാറില്ല വിശുദിനമായിട്ട്. എല്ലാവരും ഒന്ന് ഉഷാറായി ഒന്ന് കൈയടിച്ച്. വെരി നൈസ്. Now I ഈ വിഷുദിനത്തിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ വേദിയിലേക്ക് വന്ന നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ഒരുപാട് അറിവുകൾ പറഞ്ഞു തരികയും ചെയ്ത നന്ദിനി മേനോൻ അവർക്ക് എൻ്റെ പേരിലും നമ്മുടെ കൈരളി സമിതിയുടെ പേരിലും നന്ദി അറിയിക്കുന്നു. നമ്മുടെ പ്രസിഡന്റ് ബിജു PVS അവർക്കും നന്ദി അറിയിക്കുകയാണ്. ദക്ഷിണവേദി പ്രസിഡന്റ് മോഹൻകുമാർ അവർക്കും ഈ ചുരുങ്ങിയ സമയത്ത് ഇവിടെ എത്തി നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ച മോഹൻകുമാർ അവർക്കും എൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി thank you, Mr. Shamjit. Now we'll have a long-waiting inaugural ceremony of our library. For this, I request Mr. Biju Auragal to escort Mrs. Nandini Menon to the library. Now, all the participants to get ready for the program after the inaugural ceremony. I request all to be seated with patience. After the inaugural ceremony, we will have our cultural program.
കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ